കാസർഗോഡ് ജില്ലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ വമ്പിച്ച പ്രതികരണമാണ് കമൻറ്റ് ബോക്സിൽ നിറഞ്ഞത്. കാസർഗോഡുകാരുടെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് കൂടുതലും അസൂയക്കാരാണ് കമൻറ്റ് ബോക്സിൽ മുന്നിട്ട് നിൽക്കുന്നത്. കാസർഗോഡ് മംഗലാപുരം ഭാഗത്ത് വിദ്യാഭ്യാസം തീരെ കുറവാണെന്ന് ഒരു കമൻറ്റ് വായിച്ച് ഞാൻ അത്ഭുതം കൂറി. കേരളത്തിൽ നിലവാരമുള്ള ഒരു കോളേജ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് കാസർഗോട്ടുകാർ മംഗലാപുരത്ത് കുട്ടികളെ ചേർക്കുന്നത്. മംഗലാപുരത്തെ കോളേജുകളിൽ ഒരു വർഷത്തിൽ 300 ദിവസം പ്രവൃത്തി ദിവസമാണ്. എന്നാൽ കേരളത്തിൽ 30 ദിവസം തികച്ചു പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കോളേജ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള ബന്ധുക്കളും സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ബന്ധുക്കളും കോളേജുകളെ നിശ്ചലമാക്കുന്നു. അതുപോലെ കോളേജിനകത്ത് മിക്കവാറും എല്ലാ ദിവസവും ഗുണ്ടായുസവും കൂക്കിയൊളിയും രാഷ്ട്രീയവും ഉണ്ടാവും. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കാസർഗോട്ടുകാർ മംഗലാപുരത്ത് പോയി അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നത്. ധാരാളം കാസർഗോട്ടുകാർ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പഠിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അസൂയക്കാരാണ് എന്ന് എടുത്തു പറയുവാൻ കാരണം. അതുപോലെ ഈ വീഡിയോയിൽ അതിശയോക്തിയുണ്ട് എന്നൊരു അഭിപ്രായവും പരക്കെ ഉയർന്നിട്ടുണ്ട്. കാസർഗോഡ് 2-3 കോടീശ്വരന്മാർ ഉണ്ടായിരിക്കാം എന്നാണ് ഒരു കമൻറ്റ് വന്നത്. ഒരിക്കലും കാസർഗോഡ് പോകാത്ത ഒരാളാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് കാസർഗോഡ് പോയാൽ 1 മണിക്കൂർ കൊണ്ട് 100 കോടീശ്വരന്മാരുടെ വീടുകൾ എണ്ണിയെടുക്കാൻ പറ്റും. കാസർഗോഡ് പാരീസ് ആണെന്നത് പുതിയ അറിവാണെന്ന് ഒരാൾ കളിയാക്കി അഭിപ്രായം എഴുതിയിരിക്കുന്നു. വാസ്തവത്തിൽ കേരളത്തിലെ പാരീസ് തന്നെയാണ് കാസർഗോഡ്. പുതിയ ഹൈവേ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കാസർഗോഡിന് വമ്പിച്ച പുരോഗതി ഇനിയും ഉണ്ടാകും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാസർഗോഡിനെ കുറിച്ച് പഠിക്കുകയും അത് അനുകരിക്കുകയുമാണ് മറ്റു സ്ഥലത്തുള്ളവർ ചെയ്യേണ്ടത്. കൊച്ചിയും കാസർഗോഡും കമ്പയർ ചെയ്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുവാൻ പറ്റുകയില്ല. കാരണം കൊച്ചിയിലുള്ള ബിസിനസ് ഭൂരിഭാഗവും കാസർഗോഡുകാരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് കൊച്ചിക്കുണ്ടാകുന്ന പുരോഗതിയുടെ പുറകിൽ കാസർഗോഡുകാരുടെ മൂലധനമുണ്ട്. മലപ്പുറം ജില്ലയേക്കാൾ കാസർഗോഡ് പുരോഗമിച്ചുവെന്ന് പറയുന്നത് മലപ്പുറക്കാരെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് സത്യമാണെന്ന് കാസർഗോഡ് പോയിട്ടുള്ള മലപ്പുറക്കാർക്കറിയാം. മലപ്പുറത്തെക്കുറിച്ച് വിമർശിക്കുന്നത് പലപ്പോഴും ആ ജില്ലയിലുള്ളവരുടെ ചുളിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ മലപ്പുറം പഴയ മലപ്പുറമല്ല. പല നാടുകളിൽ പോയും ജോലി ചെയ്തും ഇപ്പോൾ മലപ്പുറക്കാർക്ക് ശീലമുണ്ട്. അതുകൊണ്ട് കുറേ കൂടി കാര്യങ്ങൾ സഹിഷ്ണുതയോടെ നോക്കിക്കാണുവാൻ ഇപ്പോൾ മലപ്പുറക്കാർ പഠിച്ചു കഴിഞ്ഞു. മലപ്പുറത്ത് യഥാർത്ഥ സാമ്പത്തിക വളർച്ച കാണുവാനില്ല എന്നുള്ളത് മലപ്പുറം ജില്ലക്കാർ സമ്മതിക്കാറില്ല. ട്രാഫിക് ബ്ലോക്കാണ് മലപ്പുറത്തിന് ആകെ ഉണ്ടായ വിശേഷം. ഇന്ന് മാത്രമല്ല, പുറമേ നിന്ന് വന്ന് താമസിക്കുന്നവർ 6 മാസം കഴിഞ്ഞാലും നാട്ടുകാരായി മാറുവാൻ പ്രയാസമുണ്ട്. മഞ്ചേരിയിൽ വന്ന് താമസിക്കുന്ന കൊണ്ടോട്ടിക്കാരെ 1 കൊല്ലം കഴിഞ്ഞാലും നാട്ടുകാരായി അംഗീകരിക്കുന്ന സ്വഭാവം അവർക്കില്ല. കൊണ്ടോട്ടിയിലും ഈ പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് ഉള്ള ഒരു സ്ഥലമാണ് മലപ്പുറം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അത് മാറ്റുവാൻ അവർ മുന്നോട്ട് വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പയ്യന്നൂരിൽ നിന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. മലപ്പുറക്കാർ പിശുക്കന്മാരാണ് എന്നാണ് ഈ കമൻറ്റ്. പയ്യന്നൂർക്കാർ കാസർഗോട്ടുകാരുടെ അത്രയും ദൂരത്ത് ഉള്ളവരല്ലെങ്കിലും മലപ്പുറക്കാരെ അപേക്ഷിച്ച് അധിക ചെലവ് കാണിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് മലപ്പുറക്കാർ പിശുക്കന്മാരായി തോന്നുവാൻ സാധ്യതയുണ്ട്. പിശുക്ക് ഒരു നെഗറ്റീവ് ക്വാളിറ്റിയല്ല, പോസിറ്റീവ് ക്വാളിറ്റിയാണ്. ഗൾഫിൽ 2 കൊല്ലം ജീവിച്ച് നാട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൽക്കാരം കൊടുക്കുന്നത് വലിയ കാര്യമായി പയ്യന്നൂർക്കാർക്ക് തോന്നാം. എന്നാൽ മലപ്പുറക്കാർ ആ 2 ലക്ഷം രൂപ ബാങ്കിലിടുകയാണ് ചെയ്യുക. കാരണം ഗൾഫിലെ ഏറ്റവും ദരിദ്രന്മാരാണ് 2 ലക്ഷം സമ്പാദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് പാർട്ടി കൊടുക്കുന്നത് നാട്ടുകാരുടെ അസൂയയും കുശുമ്പും വർദ്ധിപ്പിക്കുകയും ശത്രുക്കളെ ഉണ്ടാക്കുകയുമാണ് ചെയ്യുക. എന്നാൽ 2 വർഷം കൊണ്ട് 10 ലക്ഷം സമ്പാദിച്ച ആളുകൾക്ക് സ്വന്തം ആവശ്യത്തിന് അല്പസ്വല്പം രഹസ്യമായി ചെലവഴിക്കുന്നതിൽ തെറ്റില്ല. എങ്കിലും നാട്ടുകാർക്ക് സൽക്കാരം കൊടുക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ ചെലവഴിക്കുന്നതും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശ്രദ്ധിക്കപ്പെടുവാൻ കാരണമാക്കുകയും ധാരാളം ആളുകൾ സംഭാവന ചോദിക്കുകയും ഭീഷണിപ്പെടുത്തി പണം കടം വാങ്ങിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മലപ്പുറക്കാർ പിശുക്കന്മാരാണെങ്കിൽ അവർക്ക് വിവരമുണ്ട് എന്നാണ് അർത്ഥം. ഏറ്റവും നല്ല ജീവിതശൈലി പിശുക്കുള്ള ജീവിതശൈലിയാണ്. എങ്കിലും രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുകൂടി ഓർക്കുക. കാസർഗോട്ടുകാർ മറ്റുള്ളവരുടെ പാസ്പോർട്ടിൽ തലവെട്ടി ദുബായിൽ വരുന്നുണ്ട് എന്ന് ഒരു കമൻറ്റ് വായിച്ചു. ദുബായിലും മറ്റ് അറേബ്യൻ പ്രദേശങ്ങളിലും ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള നിയമങ്ങളെ മറികടക്കുവാൻ മലപ്പുറക്കാർക്കും കണ്ണൂർക്കാർക്കും സാധിക്കുന്നില്ലെങ്കിലും കാസർഗോട്ടുകാർ മിനിറ്റുകൾക്കുള്ളിൽ ഊരിപ്പോകും.
എന്ന് മാത്രമല്ല മറ്റ് ജില്ലക്കാർ കാസർഗോഡുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അറബികളുടെ അനാവശ്യമായ നിയന്ത്രണങ്ങളെ മറികടക്കുവാൻ മലയാളികളെ സഹായിക്കുന്ന സേവന മനസ്സരാണ് കാസർഗോട്ടുകാർ എന്ന് പറയേണ്ടി വരും. കാസർഗോട്ടുകാരുടെ പുരോഗതിക്ക് പല കാരണങ്ങളുമുണ്ട്. മംഗലാപുരവുമായുള്ള സാമീപ്യവും മുംബൈയിൽ നിന്നുള്ള ബിസിനസ് എക്സ്പീരിയൻസും അതുപോലെ 7 ഭാഷകൾ സംസാരിക്കുന്ന സപ്ത ഭാഷാ സംഗമഭൂമി എന്ന പ്രത്യേക പ്രിവിലേജും ഗൾഫുമായുള്ള കൂടുതൽ ബന്ധവും ബാംഗ്ലൂരിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടിയാണ് കാസർഗോട്ടുകാർ സമ്പന്നരായത്. മറ്റ് ജില്ലക്കാർ ഇത് പഠിക്കുകയും ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നോക്കുകയുമാണ് വേണ്ടത്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല. അസൂയ കൊണ്ട് ഒരു കാര്യവുമില്ല. കാസർഗോഡുകാർ സൂപ്പർ സ്പീഡ് എന്ന് പറഞ്ഞത് പല തെക്കൻ ജില്ലക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ മടിയന്മാരാണ് എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ കാസർഗോട്ടുകാർ ഹൈപ്പർ ആക്റ്റീവാണ്. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഓടി നടക്കുന്ന ആൾക്കാരാണ് കാസർഗോട്ടുകാർ. മടിയന്മാരാണെന്നുള്ള വിശേഷണം യോജിക്കുന്നില്ല. അതുപോലെ മറ്റൊരു കോഴിക്കോട്ടുകാരൻ എഴുതുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ചായക്കടകളിലും ചായ അടിക്കുന്നതും പൊറോട്ട അടിക്കുന്നതും കാസർഗോഡ് നിന്നുള്ള ചെറുപ്പക്കാരാണ് എന്നാണ്. ഈ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ്. കാസർഗോട്ടുകാർ മറ്റ് ജില്ലകളിൽ പോയി ചായ അടിക്കുകയോ പൊറോട്ട അടിക്കുകയോ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ദുബായിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. കാസർഗോഡ് ജീവിത ചെലവ് കൂടുതലായതുകൊണ്ട് കൂടുതൽ കാശുണ്ടാക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ചെറിയ ശമ്പളത്തിന് അവർ എവിടെയും ജോലി ചെയ്യുകയില്ല, കാസർഗോട്ട് പോലും. എങ്കിലും കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാസർഗോഡ് പിന്നോക്കമാണെന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോഴുമുണ്ട്. അത് പണ്ടത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ആദ്യകാലത്ത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് അയക്കുന്ന ഗസറ്റുകളിൽ നിന്നും എംപ്ലോയ്മെൻറ്റ് പേജുകൾ കീറിയ ശേഷമാണ് അയച്ചിരുന്നത്. കാസർഗോട്ടുകാർ ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ആ ജോലികൾ കൂടി തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾ കൈക്കലാക്കി. അങ്ങനെ കാസർഗോട്ടുകാർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാതെ വരികയും അതവർക്ക് ശീലമാവുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ബിസിനസ്സിലേക്ക് കയറുകയും കോടീശ്വരന്മാരായി മാറുകയും ചെയ്തത്. ഇപ്പോൾ കാസർഗോട്ട് ധാരാളം തിരുവനന്തപുരത്തുകാരും എറണാകുളത്തുകാരും ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാൻ പറ്റിയ റെസ്റ്റോറൻറ്റുകൾ കാസർഗോട്ടില്ല. അതുകൊണ്ട് സ്വന്തമായി ഭക്ഷണമുണ്ടാക്കുകയും ടിഫിൻ കാരിയറിൽ കൊണ്ടുപോയി ഓഫീസിൽ വെച്ച് കഴിക്കുകയും ചെയ്യുവാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു. എന്നാൽ കാസർഗോട്ടുകാർ എയർ കണ്ടീഷനിങ് ഉള്ള ഹോട്ടലിൽ പോയി പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കുന്നു. അതിന് കാരണം ഗവൺമെൻറ് ജോലിയേക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, തെക്കൻ കേരളത്തിൽ നിന്നുള്ള കസ്റ്റമേഴ്സാണ് അവർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നത്. കാസർഗോട്ടുകാർ ബിസിനസ്സുകാർ മാത്രമാണ്. കസ്റ്റമേഴ്സ് കൂടുതലും പുറംനാട്ടുകാരാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തുമുള്ള പല കെട്ടിടങ്ങളും കാസർഗോട്ടുകാരുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. അവിടെ ജോലി ചെയ്യുന്നതും മാനേജറായി ഉദ്യോഗം വഹിക്കുന്നതും തെക്കൻ കേരളത്തിലുള്ളവരാണ്. ബിസിനസ്സിൽ സാമർഥ്യമുണ്ടെങ്കിൽ കാശ് ധാരാളം ഉണ്ടാവുകയും ചെയ്യും. യാതൊരു ജോലിയും ചെയ്യേണ്ടതുമില്ല. ഉച്ചയ്ക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കുവാനും പറ്റും. ഇതാണ് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള വ്യത്യാസം. കാസർഗോഡ് ഓലമേഞ്ഞ ഒരു കുടിൽ പോലും കാണുവാൻ പറ്റുകയില്ല എന്ന് അബ്ദുള്ള മല്ലവാറ എഴുതുന്നു. അബ്ദുള്ളയുടെ ധാരണ പാവപ്പെട്ടവർ ഓലമേഞ്ഞ കുടിലായിരിക്കും താമസിക്കുന്നതെന്നാണ്. പഴയ മലയാള സിനിമകൾ കാണുന്ന സ്വഭാവക്കാരനാണ് അബ്ദുള്ള മല്ലവാറ. പാവപ്പെട്ടവർ താമസിക്കുന്നത് ചെറിയ കോൺക്രീറ്റ് വീടുകളിലും കേരളത്തിലെ ചേരി പ്രദേശങ്ങളിലുമാണ്. ഓലമേഞ്ഞ കുടിലുകൾ കേരളത്തിൽ കാണാൻ പറ്റുന്നത് പഞ്ചനക്ഷത്ര റിസോർട്ടുകളിൽ മാത്രമാണ്. ഒരു ദിവസം ഓലമേഞ്ഞ കുടിൽ താമസിക്കുവാൻ മാലദ്വീപിൽ 2 ലക്ഷവും കേരളത്തിൽ 10,000 രൂപയും കൊടുക്കേണ്ടി വരും. ഓലമേഞ്ഞ കുടിലിൽ ഒരു രാത്രി താമസിച്ച യാസീൻ എന്ന യൂട്യൂബർ തുടർച്ചയായി 3 ദിവസം ഓലമേഞ്ഞ കുടിൽ കാണിച്ച് വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ല പുരോഗമിക്കാൻ കാരണം അവിടെ കമ്മ്യൂണിസം ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കാസർഗോഡ് ആർക്ക് വേണമെങ്കിലും ലോഡ് കൊണ്ടുവന്ന് ഇറക്കാം, ആരും ചോദിക്കില്ല. നോക്കുകൂലി തടയലും അവിടെയില്ല. കച്ചവടക്കാരും മുതലാളിമാരും കൊള്ളലാഭമുണ്ടാക്കുകയും പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പ്രയാസവുമുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ അവർ അല്പം നോക്കുകൂലി വാങ്ങിച്ച് കഞ്ഞി കുടിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കാസർഗോട്ട് തൊഴിലാളീസിന് കാര്യമായി കാശൊന്നും കിട്ടാത്തതുകൊണ്ട് മുതലാളിമാർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നുവെന്ന് ഒരു വസ്തുതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടായിസമില്ലാത്ത ജില്ലയാണ് കാസർഗോഡ്. അതാണ് കാസർഗോട്ടുകാരുടെ വിജയം എന്ന് മറ്റൊരു കമൻറ്റ് ബോക്സ് കുറിപ്പ് എടുത്തു പറയുന്നു. കാസർഗോഡിൻ്റെ വടക്ക് ഭാഗം മുസ്ലിം ലീഗിന് ശക്തിയുള്ള ഏരിയയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത്ര വളർച്ചയുണ്ടായിട്ടില്ല. എന്നാൽ കാസർഗോഡിൻ്റെ തെക്ക് ഭാഗം കണ്ണൂർ ജില്ലാ അതിർത്തിയിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ.
കമ്മ്യൂണിസ്റ്റുകാരുടെ മേധാവിത്വം മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കുന്നതിന് തടസ്സമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. എങ്കിലും തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവരുടെ സേവനം നാം എഴുതിത്തള്ളേണ്ട ആവശ്യമില്ല. മുതലാളിമാർ വളരുമ്പോൾ ഒരു പ്രദേശം കൂടുതൽ വളരുകയും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസമുള്ള സ്ഥലങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ സമരങ്ങളും ഹർത്താലുകളും കമ്മ്യൂണിസ്റ്റുകാർ കൂടുതൽ നടത്തുകയും പുരോഗതിക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർ സ്വൈരം കൊടുക്കുകയില്ല. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ ബിസിനസ്സുകാർക്ക് ശല്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിലുള്ളത് കൊണ്ടാണ്, അല്ലാതെ അവർക്ക് സമരം ചെയ്യുവാൻ മറന്നുപോയതുകൊണ്ടല്ല. കോൺഗ്രസ് ഭരണം വരാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കാത്തിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പിറ്റേന്ന് ഹർത്താലുകളും സമരങ്ങളും കേരളത്തിലേക്ക് തിരിച്ചു വരും. കാസർഗോഡ് ജില്ലയിലെ UDF രാഷ്ട്രീയം ബിസിനസ് വളർച്ചയുണ്ടാക്കി എന്ന സത്യം കമ്മ്യൂണിസ്റ്റുകാർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. വമ്പിച്ച ജീവിത ചെലവ് വർദ്ധിച്ചതും ഗൾഫ് സംസ്കാരം കാസർഗോഡിനെ പിടികൂടിയതും UDFകാരുടെ മേധാവിത്വം കൊണ്ടാണ്. എന്നാൽ പല കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലും തൊഴിലാളികൾ ലളിതമായി ജീവിക്കുകയും കിട്ടുന്ന കാശിൻ്റെ പകുതിയെങ്കിലും സമ്പാദിക്കുകയും ചെറിയ വീട്ടിൽ താമസിക്കുന്നത് നാണക്കേടല്ലാതെ നോക്കിക്കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ വീടുകൾ എടുക്കുകയും അവ പെയിൻ്റ് അടിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന സംസ്കാരം സാധാരണക്കാർക്ക് അങ്ങനെ ചെയ്യുവാനുള്ള പ്രേരണ നൽകുകയും ജീവിതം ദുസ്സഹമായ ഒരു കോമ്പറ്റീഷനായി മാറുകയും ചെയ്യും. എന്ന് മാത്രമല്ല, വലിയ വീടുകൾ എടുത്താൽ കൂടുതൽ അന്തസ്സുണ്ടാകുമെന്ന ധാരണ തെറ്റാണ്. വലിയ വീടുകൾ എടുത്തവർ കൈക്കൂലിക്കാരാണെന്നും ബിസിനസ്സിൽ അമിത ലാഭം വാങ്ങിയവരാണെന്നും എല്ലാവരും ധരിക്കുന്നു. അസൂയക്കാരും ഏഷണിക്കാരും വർദ്ധിക്കുകയും ശത്രുക്കൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് നാം വലിയ വീട് എടുക്കുന്നതോടുകൂടിയാണ്. കൂടുതൽ കാശുള്ളവർ നഗരപ്രദേശങ്ങളിൽ മാത്രം താമസിക്കുകയും വീട്ടിലേക്ക് ആരെയും ക്ഷണിക്കാതിരിക്കുകയും ചെയ്താൽ അവരുടെ സമ്പത്ത് സംഭാവനക്കാർക്കും ഭീഷണിപ്പെടുത്തി കടം വാങ്ങിക്കുന്നവർക്കും കൊടുക്കേണ്ട ആവശ്യം വരികയില്ല.